ഹലോ ഗൈസ്, വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു 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 കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം ഗൈസ്. ആര്യൻ്റെ അമ്മ ഹൗസിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് അവർ മൊത്തത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ഒരു ഓറ ഉണ്ടല്ലോ. ആദില നൂറ അവർക്കൊരു വിഷമമുണ്ടായിരുന്നു, അവർ ഫാമിലി അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഫാമിലി വീക്കിൽ അവർ വരുമ്പോൾ അവർ വരികയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കും. ഒരു പാനിക് അറ്റാക്ക് പോലെയൊക്കെയുള്ളൊരു സംഗതി, ഭയങ്കര പേടിയായിരുന്നു അവർക്ക്. അവർ വീട്ടുകാർ വരില്ല എന്നുള്ള കാര്യം അവർക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. അനീഷിക്കിനെ പറയുന്നുണ്ടായിരുന്നു, അഥവാ വരികയാണെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ, നിങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാൻ പറ്റില്ല, ബിഗ് ബോസ് വഴി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആ റിലേഷൻഷിപ്പ് സെറ്റാക്കാനുള്ള ആ ഒരു ലോസ്റ്റ് കണക്ഷൻ ഉണ്ടാവില്ലേ, അത് ഒരുമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നൊക്കെ അല്ലേ. ദിയാസനയും അതേപോലെ ജാസ്മിനാണ് ഇവരുടെ ഫാമിലി ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അതിന് വിഷമമൊക്കെ ഉണ്ടായിരിക്കും എത്രത്തോളം പറഞ്ഞാലേ. അപ്പോൾ ആര്യൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ ഇവർ രണ്ടുപേര് അഡോപ്റ്റ് ചെയ്തു. എനിക്ക് പെൺമക്കളില്ല, അപ്പോൾ നിങ്ങളെൻ്റെ മക്കളായിട്ട് ഞാൻ കരുതുന്നത്, മക്കളായിട്ടല്ല മക്കൾ തന്നെയാണ്, വീട്ടിലേക്ക് വരണം, നിങ്ങളെ അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു നിമിഷം അല്ലേ. Welcome. Okay? Always. Both of you. And Anish, smaller brother. Please treat him like a brother. I have met him. I saw the daughter yesterday. Day before yesterday. Yeah. You all are my family. All of you. And two girls I've adopted. They know it now. They have amma. So don't say amma vannatilla. Amma vanna. My babies, both my babies. I'm very fond of daughters. എനിക്ക് പെൺകുട്ടി full time ആര്യൻ full time അമ്മ के പെൺകുട്ടി വേണം. Actually yes, I love daughters. Even Giselle daughter also. അപ്പോൾ ഗൈസ്, എന്തായാലും അവിടെ ഫാമിലി വന്നതിൽ ആര്യൻ്റെ അമ്മ, ആര്യയുടെ അമ്മയുടെ ഭാഗത്തുനിന്നുള്ള ഈ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജസ്റ്ററായി മാറി ഗൈസ്. അത് പ്രത്യേകം എടുത്തു പറയണം. ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മളങ്ങനെ ചുമ്മാ ഒരു എന്താ പറയുക ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നു. സംഭവം എന്താ വെച്ചപ്പോൾ ആദില എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കപ്പിച്ചില്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ എണീറ്റതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ആദില നൂറയുടെ കാര്യത്തിൽ മുമ്പുണ്ടായിട്ടുള്ളൊരു കോൺട്രവേഴ്സി നമുക്ക് അറിയണതായിരിക്കുമല്ലേ, വീട്ടിൽ കയറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കയറ്റൂല എന്നൊരു സംഗതി. അപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചതാണ്. പക്ഷെ അപ്പോഴും ആദില നൂറ ഇവർക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കണം, ഇവർ വീട്ടിലേക്ക് കയറ്റുക ചുമ്മാ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തള്ളി വിട്ടതാണോ, തള്ളാൻ വേണ്ടിയിട്ട് തള്ളിയതാണോ എന്ന് വായ കൊണ്ട് ഇങ്ങനെ പറയില്ല ചില ആൾക്കാർ, പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദില അന്ന് ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റുമോ എന്നൊക്കെ, മറ്റേ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ആ എപ്പിസോഡ് ഓർമ്മ ഉണ്ട് ഞങ്ങൾക്ക്, അതിന് ശേഷമുള്ള എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പിന്നെന്താ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണം, എല്ലാവരും വരണം എന്നൊരു സംഗതി പറഞ്ഞില്ല. അതായത് ആ റിലേഷൻഷിപ്പിന് ആ കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ ഈക്വൽ ആയിട്ടുള്ളൊരു സംഗതി, ഇക്വാളിറ്റിയാണ് അവിടെ പ്രിവെയിൽ ചെയ്തില്ല. അപ്പോൾ ഇവിടെ ആര്യൻ്റെ അമ്മ ഡയറക്റ്റായിട്ട് വന്നിട്ടില്ലേ അഡോപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വരണം, എൻ്റെ പെൺമക്കളെ ബെഡ്മക്കളാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അത് അടിപൊളി കേസ്. എന്തായാലും ബിഗ് ബോസിലൂടെ ആദില നൂറ അവർക്ക് ഇപ്പോൾ പറഞ്ഞില്ല പാരൻസ്, അവർക്കൊരു ഫാമിലി ഉള്ളതായിട്ട് സംഭവം, അങ്ങനൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനൊരു ഫീൽ അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിക്കാൻ എന്താ പറയുക അവരുടെ കുറേ ചിന്തകൾ ഇതൊക്കെ മാറ്റം ഒരുപാട് ഗുണം ചെയ്തു തോന്നുന്നു. അത് ഞാൻ ഇനി ഒരു കാര്യം പോയിൻ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് ആർക്കെങ്കിലൊക്കെ ഒന്ന് തെറ്റായി തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയുന്നത് സൈക്കോളജിക്കലായ ഒരു സംഗതിയാണ് പറയുന്നത്. അതായത് ആദില നൂറ വളരെ സെൻസിറ്റീവായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേസ്. അന്ന് ഇത് ആദില മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ആദില അവിടെ ചെയ്യണതൊക്കെ ക്രിഞ്ചാണ് പലതും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ആദില കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പിന്നെന്താ ഞങ്ങളെ കൊന്നു കളയണോ ഈ രീതിയിലൊക്കെ എക്സ്ട്രീം ലെവലിലൊക്കെ പല ജസ്റ്റേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്കത് പിടിക്കൂല സത്യം പറയുമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താ ഇവിടെ കാണിക്കണത് എന്നൊക്കെ. അതായത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ആളുകൾക്ക് ഇവരെ കൊല്ലണം എന്നാണോ ആഗ്രഹം. അപ്പോൾ പക്ഷേ ഇവൾ ആ ഒരു രീതിയിലാണ് ഇവൾ പറയണത്.
ഞങ്ങൾ പിന്നെ എന്താ കൊന്നു കളയണോ, ഞങ്ങളെ കൊന്നു കളയണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലക്ഷ്മിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതവർക്ക് കെയർ കിട്ടാത്തതുകൊണ്ടും മറ്റു പല ആളുകൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഒക്കെ ഒരു പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെയൊക്കെ ഒരു സംഗതി തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കെയർ കിട്ടി തുടങ്ങുമ്പോഴേക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാറിയിട്ട് അവർക്ക് നമുക്കറിയാമല്ലോ സ്നേഹം കിട്ടാത്ത ആളുകൾ ചിലപ്പോൾ വളരെ വയലൻ്റ് ആയിരിക്കും, വളരെ വെറുപ്പിക്കലായിരിക്കും, അല്ലെങ്കിൽ വേണ്ടത്ര കെയർ കിട്ടാത്ത ആളുകൾ. നമ്മൾ എത്ര സിനിമ കണ്ടതാ കെയർ കിട്ടാത്ത ആളുകൾ വില്ലന്മാരും വില്ലത്തികളാവുന്നത് ഭാവിയിൽ ഇല്ലേ. അപ്പോൾ അതിലെ വില്ലത്തിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവർക്കുണ്ടാവുന്ന ഇങ്ങനെ നെഗറ്റീവായ അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒറ്റപ്പെടലും ആരുമില്ല എന്നൊരു തോന്നൽ അല്ലേ, ഒറ്റപ്പെടലും വൈകാരികമായിട്ടുള്ള ഒറ്റപ്പെടലും അല്ലെങ്കിൽ വൈകാരികമായ ടോർച്ചറും ഒക്കെ അനുഭവിച്ചിട്ട് അങ്ങനെ ശീലമായിട്ടുള്ള അവരുടെ ലൈഫിൽ സ്വാഭാവികമായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് വേറൊരു രീതിയിലായിട്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് വലിയൊരു മാറ്റം സംഭവിക്കും. നമ്മൾ മുറിയിൽ എന്ത് വരട്ടെ എന്ന് പറയില്ല അതുപോലെ, അല്ലെങ്കിൽ ആത്മാവിനെ തണുപ്പിക്കുന്ന പോലെ ഹൃദയത്തേക്ക് വളരെ സോഫ്റ്റ് ആക്കുന്ന പോലെ ഒരു സംഗതി വൈബുണ്ടാക്കാൻ ഈ അമ്മയുടെ ഇടപെടലിന് കഴിയുമെന്നാണ് ഗൈസ് എൻ്റെ വിശ്വാസം. അതാണ് ഈ അമ്മയുടെ ഈ ഒരു ഇടപെടൽ, ഈ ഒരു ജെസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇതിൽ വേറൊരു കാര്യമുണ്ട്. അമ്മ അവിടുന്ന് പോയതിന് ശേഷം ആദില നൂറി അവിടെ കിടന്നിട്ട് ബെഡിൽ കിടന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഓർമ്മ നിങ്ങൾക്ക്? ആദിലയുടെ അടുത്ത് നൂറ പറയുന്നത് എന്തായാലേ, അതായത് എന്തായാലും പറയില്ല കേട്ടോ, നമ്മുടെ പാരൻസ് വന്നില്ലെങ്കിൽ എനിക്ക് ആ സങ്കടമൊന്നും ഫീൽ ചെയ്യണില്ല, വിഷമൊട്ടും ഫീൽ ചെയ്യണില്ല. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് കച്ചറ കൂടാനും ഒക്കെ ആണെങ്കിൽ ഈ ആൾക്കാർ ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ തർക്കിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അതേപോലെ നമുക്കിപ്പോൾ അമ്മയുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു ഗൈസ്, സത്യം പറയാലോ. എന്ന് കരുതി അതിലെ കാണിച്ചുള്ള തോന്നിയാസങ്ങൾ ആ കാര്യം മറന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അതുവേ ദിറേ രണ്ടും വേറെ വേറെയാണ്, അതല്ല വേറെ എന്നല്ല, അത് വേറെ വിഷയം. അപ്പോൾ അവിടെ പറഞ്ഞ എന്തായാലും ആദില നൂറയ്ക്ക് എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക ഉറപ്പ് അവർക്ക് ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ഇൻസിഡൻ്റായിട്ട് ആര്യൻ്റെ അമ്മയുടെ ഇടപെടലിൽ ഞാൻ കാണുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ അമ്മയില്ലാത്ത അല്ലെങ്കിൽ അച്ഛനില്ലാത്ത അല്ലെങ്കിൽ പാരൻസ് വേണ്ടത്ര ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബന്ധം അറ്റുപോയ പോലെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചുള്ള അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടായിരിക്കും. അവരുടെ സ്വഭാവം ചിലപ്പോൾ ഈ വേണ്ടത്ര കെയർ കിട്ടാണ്ട് ഭീഷണിപ്പെടുത്തുകളിലൂടെയും ഒക്കെ വൈകാരികമായ ചൂഷണം ചെയ്യപ്പെടുകയിലൂടെയും ടോർച്ചറിങ്ങിലൂടെയൊക്കെ അവർ സ്വഭാവം തന്നെ ഒരുപക്ഷെ മാറാം. പലരും ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ പലരുടെ ലൈഫിലും വളരെ തീവ്രമായ ഭീകരമായ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പലതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പലരും ആ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചേർത്ത് നിർത്തുക. ഇപ്പോൾ ചില ആളുകൾക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്താ അവസ്ഥ വെച്ചാൽ അവർ അനുഭവിക്കുന്ന ഒരു വലിയ നാർസിസ്റ്റിക്കായിട്ടുള്ള ഒരു അബ്യൂസൊക്കെ ഉണ്ടായിരിക്കും. വീട്ടിൽ ഇപ്പോൾ പുതിയ പിടിച്ച് തല്ലുണ്ടായിരിക്കും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചേർത്ത് പിടിക്കുക. നമ്മൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒക്കെ ആണ് എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് തോന്നിപ്പിച്ചാലെങ്കിലും മതി ആളുകളെ. അവരുടെ ജീവിതം തന്നെ ഒരുപാട് മാറും. നമുക്കൊരു പക്ഷേ ഇതൊന്നും വില ഉണ്ടായില്ലായിരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതില്ലാണ്ട് ആ വേണ്ടത്ര കെയർ കിട്ടാണ്ട് വളരുന്ന ആളുകൾക്കാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുള്ളൂ, അത് ഇതിൽ പറയാൻ പറ്റുമോ എന്തായാലും. അതുപോലെ ചില ആളുകൾക്ക് അമ്മയോടും അച്ഛനോടും ഏട്ടൻ അനിയത്തി ഈ ബന്ധങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ അത് കിട്ടാണ്ടിരിക്കുന്ന ആളുകൾ സംബന്ധിച്ചോളം എന്താ അറിയുമോ വലിയ വിഷയം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുറത്തുനിന്ന് കാണുന്നവർക്ക് നിനക്ക് അച്ഛനില്ലേ, നിനക്ക് അമ്മയില്ലേ, നിനക്ക് ആങ്ങളയില്ലേ പെങ്ങളില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് വളരെ ടോക്സിക് ആയിട്ടായിരിക്കും അവർക്ക് റിലേഷൻഷിപ്പൊക്കെ അവരുടെ ലൈഫിൽ. ചിലപ്പോൾ അച്ഛൻ പൊതിരെ പിടിച്ച് തല്ലുണ്ടാവും, അച്ഛൻ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരിക്കും, അമ്മ ചിലപ്പോൾ കെയർ ചെയ്യണില്ലായിരിക്കും ഒക്കെ. പൊതുവെ നമ്മൾ കാണുന്നൊരു സംഗതിയല്ലേ. ആതിരടി നൂറുടെ അമ്മ ടോക്സിക് ആണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, ആവാണ്ടിരിക്കും, അതെന്തായിക്കോട്ടെ. ഞാൻ അവിടെ പറഞ്ഞിരുന്ന ഒരു സംഗതി അതല്ല, എൻ്റെ ഇതിൽ പോയിൻ്റ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ പലരും ഇങ്ങനെ പറയും, പ്രത്യേകിച്ച് സാഹിത്യത്തിലും സിനിമയിലൊക്കെ മദർലി ലവ്, അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആയിരിക്കും, അമ്മ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നൊക്കെ. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്ന് ആ ബന്ധത്തിൽ കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ചിന്തയിലൊക്കെ ഒന്ന് മാറ്റേണ്ട ടൈമായി തോന്നുന്നു. കാരണം എല്ലാ അമ്മമാരും ഒരുപോലെയല്ല, എല്ലാ അച്ഛന്മാരും ഒരുപോലെയല്ല. പിന്നെ ബ്ലഡ് റിലേഷൻസ് വേണമെന്നില്ല അമ്മയും അച്ഛനും ഒക്കെ ആവാൻ. അതൊരു വൈകാരികമായ കാര്യം കൂടിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന നമുക്കൊരു ശുഭാപ്തി വിശ്വാസം തരുന്ന, നമുക്ക് പ്രതീക്ഷ തരുന്ന നമുക്ക് കാര്യങ്ങളാണ്, ഹൃദയവിശാലതയുള്ള കാര്യങ്ങളാണ്. ഒരു എന്താ പറയുക, നമ്മുടെ
എന്താ പേര് പറയുക, സംഗതി മനസ്സിലായില്ലേ ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തായാലും ആദില നൂറയുടെ ഒപ്പം ആരും ഇല്ലയെന്ന് തോന്നുന്ന എല്ലാവരുടെയും ഒപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക, ചേർത്ത് പിടിക്കുക. വി ഓൾ എ ഫാമിലി, വി ഓൾ ആർ എ ഫാമിലി. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അത്രയും. ലവ് യു ഗൈസ്. ബൈ.